സമാധാനത്തിൻ ദൂതുമായി ഒലിവിലമീടിയ ഇവിടെ തിരുവചനധ്യാനങ്ങളാൽ നിറയുന്നു ഈ അന്തരീക്ഷം. സ്നേഹത്തിൻ സാന്ത്വനമേകാൻ, ദൈവകൃപയിൽ വളരാൻ സ്വാഗതമോതുന്നു ഞങ്ങൾ ഒലിവില മീഡിയയിലേക്ക്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വിശുദ്ധ ശനിയാഴ്ചയാണ്, ദുഃഖശനി. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിനും ഉയർപ്പിനും ഇടയിലുള്ള നിശബ്ദതയുടെ ദിനം. ദൈവീക നിശബ്ദതയുടെ ദിവസം എന്നത്രേ സഭാപിതാവായിരുന്ന ജോൺ ക്രിസോസ്റ്റം ഈ ദിവസത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ക്രൂശിൽ മരിച്ച യേശുവിൻ്റെ ശരീരം ഹിന്നോം താഴ്വരയിലേക്കോ മറ്റോ പടയാളികൾ വലിച്ചെറിയുമോ എന്ന് ക്രൂശിനരികിൽ കാത്തുനിന്നിരുന്ന സ്ത്രീകളും മറ്റുള്ളവരും ഭയന്നപ്പോഴാണ് ധനവാനും അരിമത്യക്കാരനുമായ യോസെഫും നിക്കോദിമോസും ചേർന്ന് ആ മൃതദേഹം വാങ്ങി യോസെഫിൻ്റെ പുതിയതായി വെട്ടിയ കല്ലറയിൽ യഥാവിധി പ്രകാരം അടക്കം ചെയ്തത്. അവൻ്റെ മരണത്തിൽ അവൻ സമ്പന്നരോടുകൂടെ ആയിരുന്നു എന്ന യെശയ്യാപ്രവാചകന്റെ പ്രവചനം നിവൃത്തിയാകും വണ്ണമായിരുന്നു അത്. നസ്രത്തുകാരനായ യേശു എന്ന തച്ചൻ്റെ ജീവിതം അവസാനിച്ചു എന്ന സംതൃപ്തിയിൽ മതനേതാക്കന്മാരും രാഷ്ട്രീയ നേതൃത്വവും കുരിശിനടുക്കൽ നിന്നും മടങ്ങിപ്പോയി. എന്നാൽ യേശുവിൻ്റെ ശിഷ്യന്മാർക്കും യേശുവിനെ സ്നേഹിച്ചവർക്കും ജീവിതത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു ദിവസമായിരുന്നു ഈ ശബത്ത് ദിനം. കാരണം നാഥൻ കല്ലറയിൽ ഉറക്കത്തിലാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19-ാം വാക്യത്തിൽ യേശുവിനോടൊപ്പമുണ്ടായിരുന്നവരുടെ പ്രതികരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യഹൂദന്മാരെ പേടിച്ച് മുറിയിൽ കതകടച്ചിരിക്കുന്ന അവസ്ഥയിലാണവർ. സങ്കീർണവും ദൈർഘ്യമേറിയതുമായിരുന്നു അപ്പോസ്തല സമൂഹത്തിന് ഈ ദിവസം. അരക്ഷിതാവസ്ഥയിലും നിരാശയിലും ഭയത്തിലും തള്ളി നീക്കുന്ന ദിവസം. ഗുരു കൂടെയില്ലാതെ ആ ദിവസത്തെ അഭിമുഖീകരിക്കുവാൻ ധൈര്യമില്ല അവർക്ക്. തങ്ങളോടൊപ്പം ഉള്ളപ്പോൾ അരുളിയ വചനങ്ങളൊന്നും തന്നെ അവരെ ആശ്വസിപ്പിക്കുന്നില്ല. താൻ പീഡകളേറ്റ് മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന ഗുരുവചനമൊന്നും അവർക്ക് ഓർമ്മ വന്നതുമില്ല. എന്നാൽ ശിഷ്യന്മാർ മറന്നത് യേശുവിൻ്റെ വിരോധികൾ ഓർത്തെടുത്തു എന്നതാണ് ഇന്നത്തെ ധ്യാനഭാഗമായ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 62 മുതൽ 66 വരെയുള്ള വേദഭാഗം വ്യക്തമാക്കുന്നത്. യേശു തൻ്റെ ഉയർപ്പിനെക്കുറിച്ച് പറഞ്ഞത് ഒരുപക്ഷെ ഇസ്കരിയോത്ത യൂദയിൽ നിന്നുമാവാം അവർ മനസ്സിലാക്കിയത്. അത് ശരിയായി വരുമോ എന്ന സംശയവും ഭയവും കൊണ്ടാവാം അവർ പീലാത്തോസിനെ കണ്ട് ആ പുനരുത്ഥാനം തടയാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. ഉയർക്കുമെന്ന് പറഞ്ഞവൻ ഈ കല്ലറയിൽ നിന്നും എഴുന്നേൽക്കരുത് എന്ന ഉറപ്പിനു വേണ്ടി കല്ലറ ബന്ദോബസ്താക്കുകയും മരിച്ച മനുഷ്യൻ പുറത്തു വരാതെ ഇരിക്കാൻ കല്ല് മുദ്രയിടുകയും ശിഷ്യന്മാർ വന്ന് അവനെ എടുത്തുകൊണ്ടു പോയിട്ട് ഉയർത്തതായി കള്ളം പറയാതിരിപ്പാൻ റോമൻ പടയാളികളെ കാവൽ നിർത്തുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ ചെയ്തുവെങ്കിലും അവൻ ഉയർത്തു വരില്ല എന്ന് തന്നെ വിശ്വസിക്കുവാനായിരുന്നു അവർക്കിഷ്ടം. അവർ മാത്രമല്ല, അവനെ കുരിശോളം അനുഗമിച്ച സ്ത്രീകളും ഉയർപ്പിൻ്റെ പ്രതീക്ഷയില്ലാത്തതിനാലാണ് അവൻ്റെ ശരീരത്തിൽ പൂശേണ്ടതിന് സുഗന്ധവർഗം വാങ്ങി ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ കല്ലറയ്ക്കലെത്തിയത്. മഹത്വത്തിലേക്കുള്ള തൻ്റെ പ്രവേശനം മരണത്തിലൂടെയാണെന്ന് യേശു പറഞ്ഞിരുന്നത് ശിഷ്യന്മാരും ഗ്രഹിച്ചിരുന്നില്ല. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ യേശുവിൻ്റെ മരണം അവസാനവും നിരാശാജനകവുമായിരുന്നു. എന്നാൽ മനുഷ്യൻ മുദ്ര വെച്ചിടത്താണ് ദൈവം പുനരുത്ഥാനത്തിൻ്റെ അത്ഭുതം കരുതി വെച്ചത്. തള്ളപ്പെട്ടവർക്കും നിരാലംബർക്കും ദൈവം തൻ്റെ ആലയത്തിൽ ഒരു സ്ഥാനവും ശാശ്വതമായ ഒരു പേരും വാഗ്ദാനം ചെയ്യുന്നതായി യെശയ്യാ പ്രവചനം ഓർമ്മിപ്പിക്കുന്നു. നിരാശയുടെ മധ്യത്തിലും പ്രത്യാശ നൽകുന്ന ദൈവം പരിശോധനകളിൽ തളർന്നു പോകാതെ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുകാരാകുന്നതിൽ സന്തോഷിക്കുവാനും അതുമൂലം അവൻ്റെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചു ഘോഷിപ്പാൻ നമുക്ക് ഇടയാകുമെന്നും 1 പത്രോസ് 4-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്നും മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിലുള്ള മർദ്ദനവും പീഡനങ്ങളും അരക്ഷിതാവസ്ഥകളും ഭയവും ഒക്കെ അനുഭവിക്കുന്ന അനേകർ നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. ദൈവത്തിൻ്റെ അസ്തിത്വം ചികയുകയും നിങ്ങളുടെ ദൈവം എവിടെ എന്ന ആക്രോശങ്ങളുമായി ഭയപ്പെടുത്തുന്നവരും ഉദ്ധാനം തടയാൻ പാഴ്ശ്രമങ്ങളുമായി വരുന്ന കുരിശിൻ്റെ ശത്രുക്കളും സുവിശേഷ വിരോധികളും ഉറഞ്ഞു തുള്ളുന്ന ഒരു കാലം. ഇങ്ങനെ ജീവിതത്തിലെ കാറ്റിനും കോളിനും ഇടയിൽ തകർന്നു പോകുന്ന നിമിഷങ്ങളിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ കൊതിക്കുന്നത് പിടിച്ചു നിൽക്കാൻ ഒരു കച്ചിത്തുരുമ്പിനായോ
പ്രതീക്ഷയുടെ ഒരു കിരണത്തിനായോ ആണ്. ഇരുളടഞ്ഞ താഴ്വരകളിലൂടെ നടക്കുമ്പോൾ പ്രത്യാശ കൈവിടാതെ മുന്നോട്ട് പോകുവാൻ നമ്മെ സഹായിക്കുന്നതാണ് ദൈവത്തിൻ്റെ നിശബ്ദതയായ ഈ ദുഃഖശനി. ഒരു ഉദ്ധാനത്തിനുള്ള ഒരുക്കത്തിൻ്റെ ദിവസമാണത്. പ്രിയപ്പെട്ട സാജൻ മാത്യു അച്ഛൻ്റെ പാട്ടിൽ പറയുന്നത് പോലെ, എല്ലാ രാത്രിയും പുലരാനുള്ളതാണെന്നും എല്ലാ മഴയും തോരാനുള്ളതാണെന്നും എല്ലാ കാറ്റും അടങ്ങാനുള്ളതാണെന്നും ഏതു നോവും ശമിക്കാനുള്ളതാണെന്നുമുള്ള അനന്തമായ പ്രത്യാശ ലഭിക്കുന്നത് നസ്രായൻ്റെ ഉദ്ധാനത്തിൽ നിന്നുമാണ്. ദുഃഖവെള്ളിയിൽ നിന്നും പ്രത്യാശയുടെ ഈസ്റ്ററിലേക്കുള്ള അളവുകോലാണ് നിശബ്ദതയുടെ ദിവസമായ ദുഃഖശനി എന്ന് പറയാം. സൃഷ്ടിയുടെ 7-ാം ദിവസം ദൈവം സൃഷ്ടികർമ്മങ്ങളിൽ നിന്നും വിരമിച്ചതുപോലെ പുനഃസൃഷ്ടിയുടെ രക്ഷാകര കർമ്മത്തിൻ്റെ സകല പ്രവൃത്തികളിൽ നിന്നും വിരമിച്ച് അവിടുന്ന് വിശ്രമിച്ച വിശുദ്ധമായ ദൈവിക നിശബ്ദതയുടെ ദിവസമാണിത്. കുരിശിനും ഉദ്ധാനത്തിൻ്റെ പ്രകാശത്തിനുമിടയിലുള്ള നിശബ്ദതയുടെ ഈ ദിനം ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാകുമെന്നും എല്ലാ കണ്ണുനീരും തോരുമെന്നുമുള്ള അനശ്വരമായ പ്രത്യാശയാൽ നിറയപ്പെടാനാണ് നമ്മെയും നിശബ്ദമായി വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നിശബ്ദനാണെന്ന് തോന്നുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെയാവാം ഞാനും നിങ്ങളും ചിലപ്പോൾ കടന്നു പോകുന്നത്. ഉത്തരം കിട്ടാത്ത സഹനങ്ങൾ നമുക്കുമുണ്ടാകാം. നമ്മുടെ പ്രാർത്ഥനയ്ക്കുമേൽ ദൈവിക നിശബ്ദത നിഴൽ വിരിക്കുന്ന സമയങ്ങൾ കടന്നു വരാം. അപ്പോഴൊക്കെയും നിരാശയിൽ ആണ്ടു പോകുന്നവരാണോ നാം? നിരാശയുടെ ഇരുട്ട് എത്ര ആഴമുള്ളതായാലും ദൈവത്തിൻ്റെ പ്രത്യാശ അതിനേക്കാൾ ശക്തമാണ് എന്ന് കർത്താവ് നമ്മെയും ഓർമ്മിപ്പിക്കുകയാണ്. ആരൊക്കെ ഉദ്ധാനത്തെ തടയുവാൻ പാഴ്ശ്രമങ്ങൾ നടത്തിയാലും ഉദ്ധാനത്തിൻ്റെ പ്രകാശം നിശ്ചയമായും കടന്നു വരും. മനുഷ്യൻ്റെ നിരാശയുടെ, സങ്കടങ്ങളുടെ, അരക്ഷിതാവസ്ഥകളുടെയൊക്കെ ഇരുളിന്മേൽ ക്രിസ്തു പ്രകാശമായി പ്രത്യാശയായി കടന്നു വരും. നിശബ്ദതയുടെ ഈ ദിനവും കല്ലറയിലെ തണുപ്പിലൂടെയുള്ള ഈ യാത്രയും കടന്നു പോകും. നിരാശയെ നീക്കിക്കളയുന്ന പ്രത്യാശയുടെ ഉയർപ്പിനായി നമുക്കും കാത്തിരിക്കാം. സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, നിരാശയുടെ നടുവിൽ അവിടുത്തെ ഉദ്ധാനത്തിൻ്റെ പ്രത്യാശയും പ്രകാശവും കാണുവാനും ആ പ്രത്യാശയിൽ നിലനിൽക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.